വിഷയവുമായിട്ടാണ്. എന്താണെന്നില്ലേ, ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. അത് കുറയ്ക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതിലൊന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴകിയ വസ്ത്രങ്ങളോ അതോ പഴയ ജീൻസിന്റെ പാൻറ്റുകളോ എല്ലാം കാണുമല്ലോ. അതുകൊണ്ട് നമുക്ക് ക്യാരി ബാഗുകൾ നിർമ്മിക്കാം. ഇതിലൂടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനുമാകുന്നു. അതെങ്ങനെയാണെന്നില്ലേ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഞാൻ എൻ്റെ ഒരു പഴയ ജീൻസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കുന്നതിനുണ്ട്. അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്തതിന് ശേഷം ഒരു അളവ് നമ്മൾ നോക്കുക. ഞാനിവിടെ 12 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. 12, 16. ഓക്കെ, 16 സെൻറ്റിമീറ്റർ വെച്ച് നമ്മളിവിടെ അളന്നെടുക്കേണ്ടതുണ്ട്. ദേ ഇതുപോലെ നമ്മൾ അളന്ന് 16 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കേണ്ടതുണ്ട്, അടയാളപ്പെടുത്തുക. ഇതുപോലെ 2 സ്ഥലത്തും നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ 2 വശത്തും അടയാളപ്പെടുത്തി വെച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ ഇത് 2ആയിട്ട് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ദേ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തെയും ഇതുപോലെ രണ്ടായിട്ടല്ല അതിൻ്റെ ആ ഭാഗം ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് നമ്മൾ മറ്റേ ഇതിനെയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 2 ഭാഗവും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ തച്ച് കൊടുക്കാം. തിരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചിട്ട് തച്ച് കൊടുക്കുക. ഈ ഭാഗവും മറുഭാഗവും പിന്നെ താഴത്തെ ഭാഗവും നമ്മൾ ഇതുപോലെ തച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ തയ്ക്കുന്നുണ്ടോ, ഇതുപോലെയാണ് നമ്മൾ തച്ചെടുക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഈ 3 ഭാഗങ്ങളും തച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ 3 തച്ചെടുത്തു. അത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു പഴയ പാൻറ് എടുക്കുന്നുണ്ട്, നല്ല സ്ക്വയർ പാറ്റേൺ ഒക്കെ ഉള്ള. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് കുറച്ച് 2-3 ഫ്ലവേഴ്സ് നിർമ്മിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് ഇതുപോലെ 3 നല്ല വലിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നല്ല 3 അടിപൊളി ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറുഭാഗം, അപ്പുറത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മറുഭാഗം വെച്ച് പിടി ഉണ്ടാക്കുന്നുണ്ട്, ബാഗിൻ്റെ പിടി. നമ്മുടെ ബാഗ് നമ്മൾ തച്ച് വെച്ചിട്ടുണ്ട്. 3 ഭാഗവും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തച്ചു. ഇനി നമ്മൾ അതിനെ ഇതുപോലെ തിരിച്ചിടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ഇങ്ങനെയല്ലേ, അപ്പോൾ തിരിച്ചിട്ടപ്പോൾ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. സൈഡെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സൈഡും നമ്മൾ അടിപൊളിയായിട്ട് വെച്ചു. ഇങ്ങനെ ഇതാണ് നമ്മുടെ ക്യാരി ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. പിടിയും പൂക്കളൊക്കെ സെറ്റപ്പ് നല്ല കുട്ടപ്പനായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്യാരി ചെയ്ത് എന്തെങ്കിലും വലിയ സാധനമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ഇതിൻ്റെ അകത്ത് ക്യാരി ചെയ്തുകൊണ്ട് പോകാവുന്നതിനായിട്ട് അടിപൊളി ഒരു ക്യാരി ബാഗ് നമ്മൾ ജീൻസിൻ്റെ തുണി വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.